പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന സിനിമയെ തുടർന്ന് ശ്രീനിവാസനും മോഹൻലാലും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ഇപ്പോഴും നിലനിൽക്കുന്നെന്ന് ഞാൻ പ്രകാശൻ എന്ന സിനിമ പറയുന്നു. ശ്രീനിവാസൻ തിരക്കഥ എഴുതി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഞാൻ പ്രകാശൻ സൂപ്പർ ഹിറ്റായി ഓടുകയാണ്. തന്നെ കളിയാക്കിയെടുക്കുന്ന സിനിമയാണെന്ന് അറിഞ്ഞിട്ടാണ് മോഹൻലാൽ ഉദയനാണ് താരത്തിൽ അഭിനയിച്ചത്. അത് നല്ല സിനിമയായിരുന്നു. എന്നാൽ ആ സിനിമയുടെ രണ്ടാം ഭാഗം മോഹൻലാലിനെ താറടിച്ച് കാണിക്കാനാണെന്ന് വ്യാപകമായ ആക്ഷേപം ഉണ്ടായി. വട്ടവട സരോജ് കുമാർ എന്ന നടൻ ലഫ്റ്റനന്റ് കേണലാകാൻ നടത്തുന്ന കളികളും തന്റെ സിനിമകൾ 8 നിലയിൽ പൊട്ടുമ്പോൾ സൂപ്പർ ഹിറ്റാണെന്ന് ഫാൻസുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന സരോജ് കുമാർ പക്ഷെ മോഹൻലാലിന്റെ തനി പകർപ്പല്ല. സരോജ് കുമാറിന്റെ ചിത്രീകരണം തുടങ്ങിയപ്പോൾ മുതൽ വിവാദമായിരുന്നു. മോഹൻലാലിനെ കളിയാക്കുന്നതാണോ എന്ന് അദ്ദേഹത്തിന്റെ മാനേജർ ആന്റണി പെരുമ്പാവൂർ ക്യാമറാമാൻ എസ് കുമാറിനോടും സംവിധായകനോടും വിളിച്ചു ചോദിച്ചിരുന്നു. അതോടെ ആന്റണി വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് ശ്രീനിവാസൻ ആരോപിച്ചു. സിനിമയ്ക്ക് പബ്ലിസിറ്റി കിട്ടാനുള്ള തന്ത്രമായിട്ടാണെങ്കിലും പടം 8 നിലയിൽ പൊട്ടി. എസ് കുമാറുമായി 30 വർഷത്തിലധികത്തെ ബന്ധമുള്ളത് കൊണ്ടാണ് വിളിച്ചതെന്ന് ആന്റണി പിന്നീട് വ്യക്തമാക്കിയിരുന്നു. ഉദയനാണ് താരത്തിൽ മോഹൻലാലിന്റെ അച്ചാർ ബിസിനസിനെ പരിഹസിക്കുന്ന സീനുകൾ ഉണ്ടായിരുന്നു. 80കളുടെ പകുതി മുതൽ മോഹൻലാലും ശ്രീനിവാസന് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലിന് ഏറ്റവും കൂടുതൽ സൂപ്പർ ഹിറ്റ് തിരക്കഥകൾ എഴുതിയതും ശ്രീനിവാസനാണ്. ഒരു നാൾ വരും എന്ന ചിത്രമാണ് മോഹൻലാലിന് വേണ്ടി ശ്രീനിവാസൻ അവസാനം എഴുതിയത്. അത് പരാജയമായിരുന്നു. ശ്രീനിവാസന്റെ സരോജ് കുമാർ തന്നെ ഉദ്ദേശിച്ചല്ലെന്ന് മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അവസരം കിട്ടുമ്പോഴൊക്കെ ശ്രീനിവാസൻ മോഹൻലാലിനിട്ട് കൊട്ടുകൊടുക്കുക പതിവാണ്. മോഹൻലാലിന് നെഗറ്റീവ് വേഷങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലെന്നും ഉദയനാണ് താരത്തിലെ സംവിധായകന്റെ കഥാപാത്രം താനായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്നും മോഹൻലാലിന് അത് വേണമെന്ന് വാശി പിടിച്ചത് കൊണ്ടാണ് നൽകിയതെന്നും ശ്രീനിവാസൻ പറഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസനും സത്യൻ അന്തിക്കാടും ഒന്നിച്ച ഞാൻ പ്രകാശൻ എന്ന സിനിമയിൽ നായകനായ ഫഹദ് ഫാസിലിന്റെ പ്രകാശൻ ശ്രീനിവാസന്റെ ഗോപാൽജിയോട് പണം കടം ചോദിക്കുന്നു. കാശില്ലെന്ന് പറയുമ്പോൾ വീട്ടിൽ ഭാര്യയുടെ ആഭരണങ്ങൾ കാണില്ലേ, അതെടുത്തുകൂടെ, വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടപ്പൂ എന്ന് കേട്ടിട്ടില്ലേ, ഫഹദ് ഫാസിൽ ചോദിക്കുന്നു. അങ്ങനെ പറഞ്ഞവന്റെ വീട്ടിൽ കാണും സ്വർണമെന്ന് ശ്രീനിവാസന്റെ ഗോപാൽജി മറുപടി നൽകുന്നു. തിയേറ്ററിൽ ആ ഡയലോഗിന് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്. പ്രമുഖ സ്വകാര്യ ബാങ്കിന്റെ പരസ്യത്തിൽ മോഹൻലാൽ പറയുന്ന ഡയലോഗാണ്. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടപ്പൂ. ഞാൻ പ്രകാശനും ഈ ഡയലോഗും ഹിറ്റായതോടെ മോഹൻലാൽ ഫാൻസ് ഇനി ശ്രീനിവാസനെതിരെ തിരിയുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.